മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ ഈ കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ കണ്ടെന്നും പറഞ്ഞ് കർണയോട് വിളിച്ചു പറയുന്നുണ്ട്. അതേ കാര്യം തന്നെ വാമദേവനോടും പറഞ്ഞിട്ട് വാമദേവൻ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട്. കമലേശ്വരത്ത് വന്ന വാമദേവനോട് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും വിശ്വട്ടൻ മരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായെങ്കിലും വിശ്വട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒരു പൂജയൊക്കെ നടത്തി ആത്മാവിനെ ആവാഹിക്കണം. ആ സമയത്ത് ഈ വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും ഞാനും അത് തീരുമാനിച്ച് തന്നെ ഇരിക്കണേ. കണ്ണന് വിഷമാവെന്നും പറഞ്ഞാണല്ലോ ഇത്രയും വർഷവും അത് മുടങ്ങിപ്പോയത്. ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പം ഈ ദുർഗ പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ ഏതോ ഒരു പ്രേതത്തെ കണ്ടു എന്ന് പറയണ കേട്ടു എന്ന് പറയുമ്പം അത് വേറെ ആരെയല്ല, അത് വിശ്വനാഥനെ തന്നെയാണ് കണ്ടതെന്ന് പറയുമ്പം ഉണ്ണിക്കും ദുർഗയ്ക്കൊക്കെ ആകെ സംശയമാവുന്നുണ്ട്. കാരണം കരുണയുടെ അച്ഛൻ ഒരിക്കലും ഈ ഉണ്ണിയുടെ അച്ഛനെ കണ്ടിട്ടില്ല എന്നുള്ളത് ഇവർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഉണ്ണി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് കരുണയുടെ അച്ഛൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പം കരുണ എന്ത് പറയണമെന്ന് അറിയാതെ ആദ്യം ഒന്ന് സ്റ്റെക്കാവുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല ഉണ്ണിയേട്ടാ, ഞാൻ പല പ്രാവശ്യം ഇവിടുത്തെ കുടുംബ ആൽബത്തിലെ ഫോട്ടോ അച്ഛനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും അച്ഛനക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ അതെന്തിനാ എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛനെ കാണാൻ പോണേ? നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അതുമാത്രമല്ല ഇന്ന് വരെ ഞങ്ങളുടെ പുറകെ ഒന്നും ശല്യത്തിന് വന്നിട്ടില്ലല്ലോ എന്ന്. എന്തായാലും വന്നു, ഇനിയിപ്പോൾ നമുക്ക് അതിനുള്ള പ്രതിവിധി നോക്കണം. ഞാനൊന്ന് കണ്ണനോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞു വാമദേവൻ പോയി കണ്ണനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ഈ വക കാര്യങ്ങളിലൊന്നും ഒരു വിശ്വാസമില്ല. കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, അച്ഛൻ എന്നെ ശല്യം ചെയ്തിട്ടുമില്ല, ഇനി ഒരിക്കലും ശല്യം ചെയ്യുകയില്ല. പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പം പ്രശ്നങ്ങളുണ്ടടാ, അതല്ലേ വിവാഹം കഴിഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. ആ മഹാലക്ഷ്മി കടന്നു വന്നതോടുകൂടി ഇവിടെ ആർക്കെങ്കിലും സമാധാനം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. അങ്ങനെ കണ്ണനാണെങ്കിൽ ആ ഒരു പൂജ നടത്താൻ അനുവാദം കൊടുക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഈ സമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് തന്നെ ടെറസിൻ്റെ മേളിൽ കയറി നിൽക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ കാറിലേക്ക് കയറുന്നതൊക്കെ ഉണ്ണി നല്ലോണം തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണിക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട്, കണ്ണൻ നല്ലോണം കാലുകുത്തി എഴുന്നേറ്റാണോ ഈ കാറിലോട്ട് കയറിയിരിക്കണേന്ന്. അങ്ങനെ എന്തൊക്കെയോ സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ കരുണ വന്ന് ഉണ്ണിയെ വിളിക്കുന്നത്. ആ സമയത്ത് ഉണ്ണി എന്താ കരുണയെന്ന് ചോദിക്കുമ്പം, എന്താ ഉണ്ണിയേട്ട ഇവിടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട് എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, പല പ്രാവശ്യം നമ്മൾ പറ്റിക്കപ്പെട്ടു, ഇനി അതുപോലെ സംഭവിക്കരുത്, അതുകൊണ്ട് ഞാനിവിടെ വന്ന് അയാളെ നോക്കിയതാന്ന് പറയുമ്പം ഇനി അയാളുടെ കാര്യത്തിൽ സംശയം കൊണ്ട് നടന്നിട്ട് വേണം അയാൾക്ക് എന്തെങ്കിലും തോന്നി ഉള്ളതും കൂടി ഇല്ലാണ്ടാവാൻ. എന്തായാലും ഉണ്ണേട്ടൻ്റെ മനസ്സിലെ സംശയമൊക്കെ അവിടെ തന്നെ കുഴിച്ചു മൂടിയരെന്ന് പറയുമ്പം, ഇല്ല കരുണ, ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ ഒരുപാട് സന്തോഷിച്ചു, അതിൻ്റെയൊക്കെ അവസാനം നമുക്ക് തിരിച്ചടി തന്നെ ഉണ്ടായിട്ടുള്ളൂ, അതൊക്കെ അവർ മനഃപൂർവ്വം നമ്മളെ കളിയാക്കിയതാണ്, അതുപോലെ ഇനിയും പറ്റിക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല, അതുകൊണ്ട് തന്നെ അയാളുടെ പുറകെ തന്നെ ഞാൻ ഉണ്ടാവുന്നു. എന്തായാലും ഇപ്പോൾ ഉണ്ണിയേട്ടൻ താഴേക്ക് വാ, കണ്ണേട്ടൻ പൂജയ്ക്ക് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ് അമ്മാവനോട് ഉണ്ണിയേട്ടനെ അന്വേഷിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഉണ്ണിയും കരുണയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയം ദുർഗയോട് വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും അവൻ എതിർപ്പൊന്നും പറഞ്ഞില്ല ദുർഗ, ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നമുക്കൊരു മന്ത്രവാദിയെ വിളിച്ച് കർമ്മങ്ങൾ നടത്തി ആ വിശ്വനാഥൻ്റെ ആത്മാവിനെ ആവാഹിച്ച് ബന്ധിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ആ സമയം ദുർഗ പറയുന്നുണ്ട്, അത് ഏട്ടൻ പറഞ്ഞത് നേരാ, കണ്ണൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഒരു മനസ്സമാധാനം ഉണ്ടായിട്ടില്ല, അതുമാത്രമല്ല പൂജ ചെയ്യാൻ വരുന്ന മന്ത്രവാദിയും കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, ഈ സ്വത്തുക്കളുടെ കുറച്ചെങ്കിലും ഉണ്ണിയുടെയും എൻ്റെയും പേരിൽ കണ്ണനെയും കൊണ്ട് എഴുതി വെപ്പിക്കണം, അതിനു വേണ്ട കാര്യങ്ങളും കൂടി വാമേട്ടൻ ചെയ്യണം കേട്ടോ എന്ന്. അതൊക്കെ നമുക്ക് ചെയ്യാൻ ദുർഗയെന്ന് പറയുന്നു. പിന്നീട് ഉണ്ണി വന്നതും വാമദേവൻ ഉണ്ണിയോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് അമ്മാവനോടൊന്ന് സംസാരിക്കാനുണ്ട്, അമ്മാവനൊന്ന് വന്നേന്ന് പറയുമ്പം എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് എന്തോ പ്രശ്നമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, എന്തായാലും ഞാൻ അമ്മാവനോട് കാര്യങ്ങൾ പറയാമെന്നും പറഞ്ഞ് ഈ മഹാലക്ഷ്മിയെയും കണ്ണനെയും ഓഫീസിൽ വെച്ച് കണ്ടതും കണ്ണൻ്റെ പെരുമാറ്റവും പിന്നെ കണ്ണനക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എല്ലാം കൂടി വാമദേവനോട് ഈ ഉണ്ണി പറയുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എന്തായാലും നിന്റെ മനസ്സിലൊരു സംശയത്തിൻ്റെ കരട് വീണ സ്ഥിതിക്ക് കണ്ണൻ പോണേൻ്റെയൊക്കെ പുറകെ നീ പോവുകയും ചെയ്യണം, കണ്ണൻ എന്താ ചെയ്യണേന്ന് വിശദമായിട്ട് നോക്കണം, അതുപോലെ തന്നെ കണ്ണൻ്റെ ഫോണും പരിശോധിച്ച് നോക്കണം, ഇനി ആ മഹാലക്ഷ്മിയും കണ്ണനും അനന്തവും ലേഖ എല്ലാവരും കൂടി ചേർന്ന് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നാടകം കളിക്കുകയാണോ എന്ന് അറിയണമല്ലോ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് അമ്മാവ,
കാരണം വേറെ ഒന്നുമല്ല, അനന്തുവേട്ടനും ലേഹയും ഒരിക്കലും മഹാലക്ഷ്മിക്ക് സപ്പോർട്ട് നിൽക്കില്ല. കാരണം കണ്ണേട്ടൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു അവരിപ്പോൾ മഹാലക്ഷ്മീനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ അവരങ്ങനെ ചെയ്യില്ല. ഇനിയിപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ വിഡ്ഢിയാക്കണയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയം വാമദേവൻ പറയുന്നുണ്ട്, അങ്ങനെ വിഡ്ഢിയാക്കണയാണെങ്കിൽ അവളെ നമ്മൾ ഈ ഭൂമിയിൽ വെച്ചേക്കൂല. അധികം വൈകാതെ തന്നെ അവളെ നമ്മൾ തീർത്ത് കളയും. അവൾ മരിച്ചു കഴിഞ്ഞാൽ അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം കണ്ണ് തിരിച്ചു കിട്ടും. കാരണം വേറൊന്നുമല്ല, കണ്ണൻ കൊടുത്ത സ്വത്തായതുകൊണ്ട് അവളുടെ മരണശേഷം ആ സ്വത്ത് കണ്ണനിലേക്ക് തന്നെ തിരികെ വരും. പിന്നെ കണ്ണനെ തീർത്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള സമ്പത്തെല്ലാം കിട്ടും. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട ഉണ്ണീന്ന്. അങ്ങനെ വാമദേവൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മീനെയും അനന്തുവിനെയൊക്കെയാണ്. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടൊക്കെ പറയുന്നുണ്ട്, ഇന്ന് അമ്മാവൻ വീട്ടിൽ വന്നിരുന്നു, അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് വേറൊന്നിനുമല്ല, അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പൂജാകർമ്മങ്ങളൊക്കെ നടത്തി അച്ഛൻ്റെ ആത്മാവിനെ ബന്ധിപ്പിക്കണമെന്ന് അവർ പറയുന്നത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അവർക്ക് മനസ്സിലായ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്ന്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറേ വർഷങ്ങളായിട്ട് അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാറില്ലായിരുന്നു. അതുമാത്രമല്ല, അച്ഛൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് എത്തിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എനിക്കതൊക്കെ ഭയങ്കര വിഷമമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരുടെയും ആഗ്രഹം അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു പൂജ നടത്തണമെന്ന് പറയാൻ എന്തെങ്കിലും കാരണമുണ്ടോ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇത് പറയാറുള്ളതാണ്. പക്ഷേ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അമ്മ എന്നെ നിർബന്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണെങ്കിലും അമ്മാവനും കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഞാനതിന് അനുവാദം കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നീട് കണ്ണനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ ഈ അനന്തുവിൻ്റെ വീടിൻ്റെ പുറത്ത് കാർ ഒതുക്കിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കണ്ണൻ്റെ കാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോണത് ഉണ്ണി വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് വീണ്ടും സംശയങ്ങൾ തോന്നുന്നുണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇയാൾ അനന്തുവേട്ടനൊക്കെ ആയിട്ട് ശത്രുക്കളെ പോലെ പെരുമാറണേ. പക്ഷേ ഇയാൾ എന്തിനാ ഇവിടെ വരണേ? ഇനിയിപ്പോൾ ഞാൻ സംശയിച്ചതുപോലെ ഇതെല്ലാം ഒരു നാടകമായിരിക്കുമോ? എന്തായാലും അങ്ങോട്ടൊന്ന് കയറി ചെല്ലാമെന്ന് വിചാരിച്ച് കണ്ണൻ്റെ കാറ് പോയി കഴിഞ്ഞതും ഉണ്ണിയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ അനന്തുവും ലേഹയും മഹാലക്ഷ്മിയും എല്ലാം വെളിയിൽ നിൽക്കുന്നുണ്ട്. അവർ കണ്ണനെ യാത്ര വെച്ചിട്ട് നിൽക്കണ ആ ഒരു സമയത്താണ് ഉണ്ണിയുടെ കാർ അങ്ങോട്ട് ചെല്ലണത്. അങ്ങനെ ഉണ്ണി വന്ന കാണുന്നതും മഹാലക്ഷ്മി അനന്തുവും ലേഹയൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ണൻ അവിടെ നിന്ന് പോണതോ കണ്ണൻ ഇതിൽ നടക്കണതൊക്കെ അവൻ കണ്ടിട്ടുണ്ടാവുമോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഉണ്ണി അതൊന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഉണ്ണി വന്നിട്ട് ഇപ്പം എന്തിനാ കണ്ണേട്ടനും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണു. ആ സമയത്ത് അനന്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഏട്ടൻ ഇങ്ങോട്ട് വന്നേ എന്തിനാന്ന് നിൻ്റെ ഏട്ടനോട് ചോദിച്ചാൽ പോരെ, അതിന് ഞങ്ങളോട് ചോദിക്കണേ എന്തിനാ? നിങ്ങളുടെ വീട്ടിലേക്കല്ലേ വന്നേ, അപ്പം പിന്നെ ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടതെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കമ്പനി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അതെന്തിനാ ഇവിടെ വന്ന് സംസാരിക്കണേ, നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ സംസാരിച്ചാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ അത്യാവശ്യ കാര്യമായിരുന്നു, അതുകൊണ്ടാണ് കണ്ണേട്ടൻ ഇങ്ങോട്ട് വന്നതെന്ന്. നിങ്ങൾക്ക് ഇപ്പോഴും നാണമില്ലേ? എൻ്റെ ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് നിങ്ങളുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ. നിങ്ങൾ അഭിമാനമുള്ള സ്ത്രീയാണെങ്കിൽ ആ സ്വത്തെല്ലാം കണ്ണേട്ടന് തിരിച്ചു കൊടുക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ ആ സ്വത്തൊന്നും തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മാനാഭിമാനം ഇല്ല എന്ന് മനസ്സിലായി എന്ന് പറയുമ്പം നിന്നേക്കാളും അഭിമാനം എനിക്കുണ്ടാ, നിനക്ക് എന്താ അഭിമാനമുള്ളത്? അഭിമാനമുള്ളവനാണല്ലോ ചേട്ടനെയും ഏടത്തിനെയും കൊന്ന് സ്വത്തെടുക്കണമെന്ന് വിചാരിച്ച് നടക്കണേന്ന്. ആ സമയത്ത് ഈ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നതിൻ്റെ ലക്ഷ്യമൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഈ അനന്തു ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും നിങ്ങളെങ്ങനെ ഇവിടെ താമസിപ്പിക്കണേന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, നീ പറഞ്ഞത് പറഞ്ഞു, ഇനി മേലിൽ ഇതുപോലൊരു സംസാരം ഇവിടെ നിന്ന് സംസാരിച്ചാൽ നിൻ്റെ കർണം നോക്കി ഞാൻ അടിക്കും. എന്തായാലും മഹാലക്ഷ്മിക്ക് കുഞ്ഞ് ജനിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന്. അല്ലാതെ നിങ്ങളിപ്പോൾ മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് അച്ഛനെ ഉണ്ടാക്കാനൊന്നും നടക്കണ്ടെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ചവിട്ടിത്തുള്ളി കാറും എടുത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അനന്തുവേട്ട എനിക്കൊരു സംശയമുണ്ട്, ഇനിയിപ്പോൾ ഉണ്ണിക്ക് കണ്ണേട്ടനെ എന്തെങ്കിലും സംശയം തോന്നിയിട്ട് കണ്ണേട്ടനെ ഫോളോ ചെയ്ത് വന്നതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം പറയാൻ പറ്റില്ല മഹി, ഇവനൊക്കെ ആയതുകൊണ്ട് അതിൽ കൂടുതൽ ചിന്തിക്കും. എന്തായാലും കണ്ണനോട് ഒന്നും കൂടി സൂക്ഷിക്കാൻ പറയണമെന്ന്. ഇതേസമയം നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ നേരെ പോകുന്നത് കണ്ണൻ്റെ ഓഫീസിലേക്കാണ്. ഈ സമയത്ത് കണ്ണൻ ഓഫീസിൽ ഇങ്ങനെ കണ്ണൻ്റെ ജോലികളായിട്ടിരിക്കുന്ന സമയത്ത് ക്യാബിനിലോട്ട് ഉണ്ണി ചെല്ലുന്നുണ്ട്. ഉണ്ണീനെ കണ്ടതും കണ്ണൻ ഇവൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ, ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ണി ചെന്ന് കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്തിനാ ഇന്ന് അവരെ കാണാൻ പോയെന്ന്. ആ സമയത്ത്
കണ്ണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വന്നിപ്പോൾ ഇവന് CID പണിയും തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന്. അത് വേറെ ഒന്നിനല്ലാതെ ഉണ്ണി, എനിക്ക് കുറച്ച് ഓഫീസിലെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഫോൺ വിളിച്ചിട്ട് മഹാലക്ഷ്മി ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് അങ്ങോട്ട് ചെന്നേന്ന്. ആ സമയം ഉണ്ണി പറയുന്നുണ്ട് ഞാൻ അവിടെ പോയിരുന്നു, നീ എന്തിനാ അവിടെ പോയെന്ന് ചോദിക്കുമ്പം അവരോട് മുഖത്ത് നോക്കി 4 വർത്താനം പറയാൻ വേണ്ടി തന്നെയാണ് പോയത്. ഞാൻ അവരോട് നല്ല വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത്. സ്വത്തൊക്കെ കണ്ണേട്ടന് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു, അവൾ അതൊന്നും കേൾക്കൂല എന്നാണ് തോന്നണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതൊന്നും ഇനി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, എന്തായാലും അവൾക്ക് ഞാൻ കൊടുത്ത സ്വത്തുക്കൾ ഇനി എന്നും അവളുടെ കയ്യിൽ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അവൾക്ക് മനസ്സ് തോന്നി തിരിച്ച് തന്നാലേ ഉള്ളൂ, അല്ലാതെ നിയമപരമായി മുന്നോട്ട് പോയാലും എനിക്ക് ആ സ്വത്തൊന്നും തിരിച്ചു കിട്ടൂല എന്ന്. ആ സമയത്ത് ഉണ്ണി ഭയങ്കര പകയോടുകൂടി പറയുന്നുണ്ട് അങ്ങനെ അവർ അറിഞ്ഞ സ്വത്തുക്കൾ നമുക്ക് തിരിച്ചു തരില്ലെങ്കിൽ അവരെ കൊന്നു കളയാൻ കണ്ണേട്ട, അവരെ കൊല്ലണ കാര്യം ഞാനേറ്റു. അവളെ കൊന്നു കഴിഞ്ഞാൽ എന്തായാലും കണ്ണേട്ടൻ അവൾക്കായിട്ട് കൊടുത്ത സ്വത്തുക്കളെല്ലാം കണ്ണേട്ടന് തന്നെ തിരികെ കിട്ടും. പിന്നെ കണ്ണേട്ടൻ അവളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ഇതുപോലെ കണ്ണേട്ടനെ ചതിച്ചാൽ അവൾ എന്തിനാ ജീവിച്ചിരിക്കണേ, എത്രയും പെട്ടെന്ന് അവളെ കൊന്നു കളയണം കണ്ണേട്ട. ഇന്ന് അമ്മാവൻ വന്നപ്പോൾ അമ്മാവനും എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് കേട്ടതും കണ്ണൻ്റെ മുഖമാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടമോ വിഷമോ ദേഷ്യമൊക്കെ ആയിട്ടുള്ളൊരു രീതിയിൽ ഇരിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഉണ്ണിയുടെ സംശയം ഒന്നും കൂടി കൂടുന്നുണ്ട്. ഉണ്ണി സംശയത്തോടുകൂടി അങ്ങനെ കണ്ണനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.